വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഒരു പുതിയ അൺബോക്സിങ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. OnePlusൻ്റെ NORD എന്ന ഫോണുകൾ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളാണ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പുതിയ പുതിയ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഒരു വലിയ ബോക്സിലാണ് ഈ ഫോണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ OnePlus NORD എന്ന ഫോൺ അത് സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് OnePlus NORD ഫോണിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസൈഡിൽ നമുക്ക് ലഭിക്കുന്ന, ബോക്സിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ OnePlus ഫോൺ നമുക്കൊന്ന് എടുക്കാം. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കതിന് ആ ഒരു എന്താ പറയുക കളറിൽ നമുക്കൊരു അട്രാക്ഷൻ നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണിത്. പിന്നെ ബാക്കി ബോക്സിലൊക്കെ നോർമൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ഒരു ബാക്ക് കവർ, പിന്നെ 30 വാട്ടിൻ്റെ ഒരു വാർപ്പ് ചാർജ്, 30 വാർപ്പ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്പെഷ്യലാണത്. കാരണം ഇതൊരു 24,999 രൂപയ്ക്ക് വാങ്ങിക്കാവുന്നൊരു ഫോണാണ്. അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ഫീച്ചറുകൾ തന്നെയാണ് OnePlus NORDൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി ഫീച്ചറിലേക്ക് കിടക്കാം. ഡിസ്പ്ലേയുടെ ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ 6.44 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയിലാണ് ഈ ഫോൺ OnePlus NORD എന്ന ഫോണുകൾ ഇപ്പോൾ വിപണിയിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ സ്നാപ്ഡ്രാഗൺ 765 പ്രോസസ്സർ, ഈ പ്രോസസ്സറും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. മിഡ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആന്തരിക സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ 6GB റാം, 6GB റാം മുതൽ 12GB റാം വരെ നമുക്ക് ഇതിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോസസ്സർ ഒരു മിഡ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന നല്ല ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 5G സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അവർ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിംസൊക്കെ ഇതിൽ കളിക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആന്തരിക സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ നല്ല ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 12GB റാം വരെ നൽകുന്നുണ്ട്, പ്ലസ് 5G ഒക്കെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറകളാണ്. പക്ഷേ ക്യാമറകളിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്തു പറയാനില്ല. കാരണം 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയ്ക്കൊപ്പം സോണി സെൻസറുകളും ഇതിന് നൽകിയിരിക്കുന്നു. സോണിയുടെ സെൻസറാണ് 48 MB ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. ഡുവൽ ക്യാമറ നമുക്ക് സെൽഫി ഡുവൽ ലഭിക്കുന്നുണ്ട്. 32+8 MB ഡുവൽ ക്യാമറ നമുക്ക് സെൽഫി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 24,999 രൂപ. 6GB റാം, 64GB സ്റ്റോറേജിൻ്റെ വിലയാണ്. പിന്നെ 12GB റാമിൻ്റെ വില 29,999 രൂപയാണ് വില വരുന്നത്. നമുക്ക് ആമസോണിൽ നിന്നും 28 ജൂലൈ മുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.